10 മാസം പ്രായമുള്ള ആലിൻ എന്ന കുട്ടി നൽകിയ കുട്ടിയുടെ അവയവങ്ങൾ 4 പേർക്ക് നൽകിയെന്നുള്ള വാർത്ത ദുഃഖത്തോടെയാണ് നമ്മൾ കേട്ടത്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് നമ്മളെല്ലാവരും വേദനയോടെയാണെങ്കിലും ആ കുടുംബത്തെ അഭിനന്ദിക്കേണ്ടി വരും. ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ, കേരള സമൂഹത്തിനൊരു പാഠമാകട്ടെ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വാസ്തവത്തിൽ ഈ മാതൃക നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ എന്നും ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമായ ശബരിമലയുമായി ഉയർന്നു വരുന്ന ഓരോ ആരോപണങ്ങളും ഒരു ഭക്തൻ എന്ന നിലയിൽ എനിക്ക് എന്നെപ്പോലെയുള്ള ഭക്തന്മാർക്കും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ലോകത്തെമ്പാടും ശബരിമലയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഏതായാലും അവിടെ നടക്കുന്ന വെട്ടിപ്പ് കൊണ്ട് ലോകമെമ്പാടും ശബരിമലയെ പ്രസിദ്ധി ആർജിച്ചിരിക്കുകയാണ്. ദേവസ്വം മന്ത്രി VN വാസവൻ ഇതിൽ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ആഗോള സംഗമത്തിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി മുൻകൈയെടുത്തത് മന്ത്രിയാണ്, നിർദ്ദേശങ്ങൾ കൊടുത്തത് മന്ത്രിയാണ്. അത് വൻ നേട്ടമാണെന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ടത് ഈ മന്ത്രിയാണ്. പക്ഷേ തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ തനിക്ക് ഉത്തരവാദിത്വമില്ല, എല്ലാം ബോർഡിന്റെ തലയിലാണ് എന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രിക്ക് എങ്ങനെ ഒഴിയാൻ കഴിയും? ഞാൻ ഇന്നലെ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നിയമസഭയിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടിയായി മന്ത്രി പറഞ്ഞത് കാര്യങ്ങൾക്ക് കടകവിരുദ്ധമായിട്ടാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 7 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചതെന്ന് പറയും. എന്തിനാണ് 7 കോടി രൂപ ചെലവഴിച്ചത്? 7 കോടി രൂപ ചെലവഴിക്കേണ്ട എന്താവശ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഭക്ഷണം കൊടുത്തതിന്, ഭജന ഏർപ്പാട് ചെയ്തതിന്, മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിച്ചതിന്, ഇതെല്ലാം വലിയ ക്രമക്കേടുണ്ടെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വാസ്തവത്തിൽ ഇത് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരോടുള്ള ഏറ്റവും വലിയ ക്രൂരതയല്ലേ ഇവർ കാണിക്കുന്നത്? എന്നിട്ട് മന്ത്രി പറയുന്നു എനിക്കൊരു ഉത്തരവാദിത്വമില്ല. 7 കോടി രൂപയുടെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ട് ആ സംഗമം കഴിഞ്ഞിട്ടാണ് സ്പോൺസർമാരെ തിരക്കി നടക്കുന്നത്. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? പരിപാടിക്ക് സ്പോൺസർമാരെ നേരത്തെയാണ് തീരുമാനിക്കുന്നത്, കണ്ടെത്തുന്നത്. ഇവിടെ പരിപാടി കഴിഞ്ഞിട്ട് സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഡർ വിളിക്കാതെയാണ് ഊരാളുകളുടെ സബ്സിഡിയറി കമ്പനിക്ക് ചുമതല ഏൽപ്പിച്ചത്. അടിമുടി ഇതിനകത്ത് അഴിമതിയാണ്. ആ അഴിമതിയിൽ നിന്ന് മന്ത്രിക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. ശരിയായ ഒരു അന്വേഷണം നടത്തിയാൽ പലരും ഇതിന്റെ പേരിൽ തന്നെ നിയമത്തിന് മുമ്പിൽ പോകേണ്ടി വരും, ജയിലിൽ പോകേണ്ടി വരും. ശരിയായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഉണ്ടാവുകയാണെങ്കിൽ പലരും അഴി എണ്ണേണ്ടി വരും. അയ്യപ്പന്റെ പേരിലുള്ള ഈ കൊള്ള ഇടതുപക്ഷത്തിന്റെ കാലത്ത് ഇപ്പൊ തുടർന്ന് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന് ശബരിമലയോട് ഇത്രയും വലിയ വിരോധം എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. യുവതീ പ്രവേശനത്തിൽ തുടങ്ങിയതാണ്, ഇപ്പോഴെത്തി നിൽക്കുന്ന ആഗോള സംഗമത്തിൽ കോടികളുടെ അഴിമതിയാണ്. അതുകൊണ്ട് ആഗോള സംഗമത്തെ സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. ഇത് നടന്നിട്ടുള്ള വെട്ടിപ്പും തട്ടിപ്പും പുറത്തു വരണം. ഇത് എന്തിനു വേണ്ടി നടത്തിയെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ വെട്ടിപ്പ് നടത്താൻ വേണ്ടി ഓരോ പദ്ധതികളും കോൺക്ലേവുകളും നടത്തി തെരഞ്ഞെടുപ്പായതുകൊണ്ട് പേരെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല, എല്ലായിടത്തും KSRTC മുഴുവൻ പരസ്യമാണ്. ഇതാരുടെ പണമാണ് ഉപയോഗിക്കുന്നത്? ജനങ്ങളുടെ പണമല്ലേ? തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിക്കാൻ ഏതാണ്ട് 1 മാസം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിനിടയിൽ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഏകപക്ഷീയമായി ഇടതുമുന്നണി ഇപ്പോൾ പ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. പരസ്യങ്ങൾ കൊടുത്ത്
യഥാർത്ഥ മുഖം മറച്ചു വെക്കാൻ മുന്നണിക്ക് കഴിയില്ല, ഗവൺമെന്റ് കഴിയില്ല. ജനങ്ങൾ മടുത്തൊരു ഗവൺമെന്റാണിത്. ജനങ്ങളുടെ മടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തങ്ങളെ തിരസ്കരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ കടുംവെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് കിട്ടിയതിന് ജോലിയില്ല. പിൻവാതിലൂടെ നിയമിച്ച മുഴുവൻ ആളുകളെ സ്ഥിരപ്പെടുത്താൻ പോവുകയാണ്. രമാദേവി വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന സുപ്രധാനമായൊരു വിധിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ താൽക്കാലിക ജീവനക്കാരെ ഒരിക്കലും സ്ഥിരപ്പെടുത്താൻ കഴിയുന്നതല്ല. സംവരണ തത്വങ്ങൾ പാലിക്കാതെ ഇഷ്ടക്കാരെയും ബന്ധുക്കളെയും താൽക്കാലിക ജീവനക്കാരായി ജോലിക്ക് കയറ്റിയിട്ട് ഇപ്പൊ അവരെ 10 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞ് സ്ഥിരപ്പെടുത്തുന്നത് സംവരണ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ജനവിഭാഗങ്ങളോടുള്ള വലിയ തോതിലുള്ള അതിക്രമമാണ്. PSC റാങ്ക് ലിസ്റ്റിൽ വന്ന പേര് വന്ന് കാത്തിരിക്കുന്ന ചെറുപ്പക്കാരോടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ്. ഇത് അവസാനിപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ VN വാസവൻ നിയമസഭയോട് കളവ് പറഞ്ഞിരിക്കുകയാണ്. ആ കളവ് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ സ്പീക്കർക്ക് പ്രിവിലേജ് നോട്ടീസ് ഇന്നലെ നൽകിയിട്ടുള്ളത്. ഇത് സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് തന്നെ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അപൂർണമായ റിപ്പോർട്ടാണ് കോടതിയിൽ പോയതെന്നുമാണ്. ഈ വരുന്ന 17 നടക്കുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ഈ വിഷയം പൂർണ്ണമായി ചർച്ച ചെയ്ത് കൃത്യമായ വിശദീകരണം ബോർഡ് തരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ടെൻഡർ വിളിച്ചില്ലായിരുന്നല്ലോ. ആഗോള സംഗമത്തിന് വേണ്ടി ഊരാളുങ്കലിന്റെ സബ്സിഡിയറി കമ്പനിയെ ചുമതലപ്പെടുത്തിയ ടെൻഡർ വിളിച്ചില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ 7 കോടി രൂപ എങ്ങനെ ചെലവായി, എത്രയാൾ പങ്കെടുത്തു, അവിടെ ഒരുക്കിയ ഭക്ഷണം മുഴുവൻ അവസാനം കഴിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ വെട്ടിമൂടിയത് സത്യമല്ലേ? സ്പോൺസർമാരെ കിട്ടാതല്ലേ പരിപാടി നടത്തിയത്? ദേവസ്വം ബോർഡ് പണം അഡ്വാൻസ് ചെയ്തില്ലേ? ഇതൊക്കെ സത്യമല്ലേ? ഇന്ന് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന വാർത്തകളൊക്കെ സത്യമാണ്. ഇത് സത്യമല്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇതിന്റെ ഉത്തരവാദിത്വത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മന്ത്രിയാണ് ഇതിന്റെ സംഘാടകൻ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തോടൊപ്പം നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര സൗകര്യപൂർവ്വമാണ് VN വാസവൻ ഒഴിഞ്ഞു മാറുന്നത്? എനിക്ക് ഉത്തരവാദിത്വമില്ല, ബോർഡാണ്. ഏതായാലും ഇങ്ങനെ ഭക്തജനങ്ങളെ കളിപ്പിക്കരുത്. ഇത് കളിപ്പിക്കാൻ ജനങ്ങൾ അനുവദിക്കുകയുമില്ല. പ്രചരണ സമിതിയുടെ അധ്യക്ഷനായി എന്നെയും അതോടൊപ്പം തന്നെ ഉപ ചെയർമാനായിട്ട് ശ്രീ ശശി തരൂരിനെയും കൺവീനറായി ശ്രീ ഷാഫി പറമ്പിലിനെയും ഹൈക്കമാൻഡ് നിയോഗിക്കുകയുണ്ടായി. ശ്രീ ബെന്യാമിൻ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാനും കൊടിക്കുന്നിൽ സുരേഷ് അതിന്റെ വൈസ് ചെയർമാനുമാണ്. പ്രചരണ സമിതിയുടെ ലക്ഷ്യം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരെയും UDFകാരെയും ഒരുമിച്ച് നിർത്തുക, ഒരു മനസ്സോടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിലെ പ്രചരണ തന്ത്രങ്ങളും സമീപനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണത്തെ UDFന്റെ പ്രചരണ തന്ത്രം വിജയിപ്പിക്കാൻ ഉള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. 16-ാം തീയതി രാവിലെ 10 മണിക്ക് 9:30 മണിക്ക് യോഗം KPCC ഓഫീസിൽ ചേരുന്നുണ്ട്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി AICC ശ്രീ KC വേണുഗോപാല്, ദീപാദാസ് മുൻഷി, KPCC പ്രസിഡന്റ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആ യോഗത്തിൽ വെച്ചായിരിക്കും ആലോചിക്കുന്നത്. മാത്രമല്ല, ഞങ്ങളുടെ ദൌത്യം കേരളത്തിൽ എല്ലാ പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും ഒന്നിപ്പിക്കുക എന്നുള്ളതാണ്. അധികാരത്തിൽ വരിക എന്ന് മാത്രമല്ല, ഒരു പുതിയ കേരളം ഉണ്ടാക്കുക, പുതിയ കേരളത്തെ വീണ്ടെടുക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി എല്ലാ പ്രവർത്തകരെയും നേതാക്കളെയും സമൂഹത്തിലെ എല്ലാ ഘടകങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും ഞങ്ങൾ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടുമുണ്ട്. കോൺഗ്രസിനകത്ത്
പരിപൂർണമായ ഐക്യം ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കും ഞങ്ങൾ ഇത്തവണ മുന്നോട്ട് പോകുന്നത്. നേരത്തെ സീറ്റുകൾ പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അതെല്ലാ കാലഘട്ടങ്ങളിലും ചെറുപ്പക്കാർക്ക് പാർട്ടി പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇത്തവണയും അതുണ്ടാകും. ഇപ്പോൾ ഇതിനകം തന്നെ ചില എംപിമാരടക്കം അവകാശവാദവുമായി മത്സരിക്കാൻ രംഗത്തുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകും? അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് എംപിമാരുടെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത്. അല്ല, അതെല്ലാം തെരഞ്ഞെടുപ്പ് സമിതിയാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങള് വിജയസാധ്യതയുള്ള കർമ്മനിരതരായ സ്ഥാനാർത്ഥികളെ വെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. ഈ ഗവൺമെന്റിനെ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. എത്ര മുഖം മിനുക്കാൻ ശ്രമിച്ചാൽ, എത്ര KSRTC ബസ്സിൽ പരസ്യം എഴുതിയാലും, കിഫ്ബിയിൽ നിന്ന് എത്ര കോടികൾ ചെലവഴിച്ചാലും ജനങ്ങൾ ഈ ഗവൺമെന്റിനെ വീണ്ടും തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല എന്നത് സത്യമാണ്. സച്ചിദാനന്ദ മാസ്റ്റർ മാത്രമല്ല, നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ അഭിപ്രായമാണ് സച്ചിദാനന്ദ മാസ്റ്റർ പറഞ്ഞത്. അദ്ദേഹത്തെ എന്തെല്ലാം സൈബർ ആക്രമണങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും സീനിയറായ ഒരു സാഹിത്യകാരനെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായി എവര് നിയമിച്ച ആളാണ്. ഞങ്ങൾ നിയമിച്ചതല്ലല്ലോ, ഈ ഗവൺമെന്റ് നിയോഗിച്ച ആളാണ്. അദ്ദേഹത്തെയൊക്കെ എത്ര മോശമായും മ്ലേച്ഛമായ നിലയിലാണ് അദ്ദേഹത്തെയൊക്കെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുന്നവരെ മുഴുവൻ അപമാനിക്കുകയാണ് ഇവരുടെ ജോലി. ഇന്നിപ്പോൾ തന്നെ ദിവാകരൻ എത്ര സീനിയറായ ഒരു നേതാവാണ്. അദ്ദേഹത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രി എത്ര മ്ലേച്ഛമായിട്ടാണ് അപമാനിച്ചത്. GR അനിൽ ജനിക്കുന്നതിന് മുമ്പ് CPIയുടെ നേതാവായിരുന്ന ഒരാളാണ് ദിവാകരൻ. അദ്ദേഹം സത്യം പറഞ്ഞാൽ എന്തിനാണ് അദ്ദേഹത്തെ അപമാനിക്കുന്നത്? ഇതൊന്നും നമുക്കൊരു ചേർന്ന ശൈലിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.